ഹലോ, എമി സ്ക്വയറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബൊക്കെയായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഇതൊരു പാളിപ്പോയി. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, പാളിപ്പോയ പരീക്ഷണങ്ങളുടെ കൂട്ടത്തിൽ ഇതിനെ പെടുത്താം. ഓക്കെ, അപ്പോൾ ഇതേപോലെ കുറച്ച് റിബൺസ് കട്ട് ചെയ്ത് എടുത്തിട്ട് ഒന്ന് സൂചി വെച്ചതാ ഒന്നിക്ക് ഇങ്ങനെ തുന്നി കൊടുക്കാം. അതൊന്ന് കാണിക്കുന്നതെന്നേ ഉള്ളൂ, അല്ലെങ്കിൽ ഗൂഗിളിനെട്ട് ഒട്ടിച്ച് കൊടുക്കാം. ഒട്ടിക്കുന്നത് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് ഒന്നുകൂടി വെറുതെ അത് പ്ലഗ് ചെയ്തിട്ടൊന്നുമില്ല, വെറുതെ ഒന്നുകൂടി കാണിച്ചു തരുന്നതേ ഉള്ളൂ കേട്ടോ. ഓക്കെ, എന്നിട്ട് എനിക്ക് ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഇതേപോലെ സൂചി നൂലെടുത്തിട്ട് തുന്നി കൊടുത്താലും മതി. അല്ലെങ്കിൽ സ്വിങ് മെഷീനുള്ള ആൾക്കാരാണെങ്കിൽ തയ്യൽ മെഷീനുള്ള ആൾക്കാരാണെങ്കിൽ തയ്ച്ചു കൊടുത്താലും മതി, അടിച്ചു കൊടുത്താലും മതി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ രണ്ട് സൈഡും ഒന്ന് തുന്നി കൊടുക്കാം. അപ്പോൾ ആ തുന്നുന്നതുവരെ നമുക്കൊരു പാട്ട് കേൾക്കാം. ഓക്കെ. അപ്പോൾ ഇപ്പോൾ പാടിയ പാട്ട് ഒരു പ്രശസ്തനായ ഗായകൻ പാടിയൊരു പാട്ടാണ്. ഈ പാട്ട് ഏതാണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ പാട്ട് ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇതേപോലെ രണ്ട് സൈഡിലും തുന്നി കൊടുക്കാം. ഇത് നമ്മൾ ഫ്ലവർ ഉണ്ടാക്കുന്നതാണ്. എങ്ങനെ ട്യൂലിപ്സ് സ്ക്രഞ്ചീസ് ഉണ്ടാക്കുക എന്നുള്ള വീഡിയോയിൽ നമ്മൾ ഷോർട്സിൽ നല്ലോണം പറയുന്നുണ്ട്. അപ്പോൾ ആ ഷോർട്സ് കാണാത്തവരൊന്ന് ചാനലിൽ കയറിയിട്ട് ആ ഷോർട്സ് ഒന്ന് കാണണേ. അപ്പോൾ പിന്നെന്തൊക്കെ ഇതേപോലെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കിയിട്ട് തുന്നിക്കൊടുക്കാം. പിന്നെ ഇതുണ്ടാക്കാൻ ഉദ്ദേശിച്ചത് ഒരു ബൊക്കെയായിരുന്നു. ഇനി അവസാനം ഞാൻ കഥ പറയാമല്ലോ. ബൊക്കെ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ട് ഞാൻ എടുത്തത് നമ്മുടെ ഒരു അഫോർഡബിൾ ചാനലാണെന്ന് ഞാൻ എപ്പോഴും പറഞ്ഞ് എനിക്ക് തന്നെ മടുത്തു. അപ്പോൾ അങ്ങനത്തെ ഒരു ലോ കോസ്റ്റിൽ മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് വിചാരിച്ചായിരുന്നു ഞാൻ 2 റിബൺസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തുന്നിയിട്ടെടുത്ത്. അത് അത്ര അടിപൊളിയായിട്ടുണ്ട് എനിക്ക് തോന്നുന്നില്ല, കാരണം കുറച്ച് വീതി കുറഞ്ഞു പോയി. നമ്മുടെ ട്യൂലിപ്സൊക്കെ കുറച്ച് സ്ലിം ആയിപ്പോയി. മേ ബി ബിക്കോസ് ദേ ആർ ഗോയിങ് ഫോർ എ ജിം, സോ ദാറ്റ്സ് വൈ നമ്മുടെ ട്യൂലിപ്സൊക്കെ കുറച്ച് സ്ലിമ്മായി. അതുകൊണ്ടാണ് ഇത് കുറച്ച് പാളിയെന്നാണ് എൻ്റെ ആഗമന ഉദ്ദേശം എന്ന് ഞാൻ പറയുന്നത്. ഓക്കെ, ഇത് നമ്മുടെ സ്ക്രഞ്ചീസിൻ്റെ വീഡിയോയിലുള്ള അതേ സെയിം ഷോട്ടാണ്. അത് ഞാൻ ഇങ്ങോട്ടേക്ക് കോപ്പി പേസ്റ്റ് ചെയ്തതേ ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ ഈ ബൊക്കയ്ക്കും സെയിം ഫ്ലവറാണ്, പിന്നെ അതിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ വിട്ടുപോയി. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്കിത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിന് പകരം സ്ക്രഞ്ചീസിൻ്റെ ഐറ്റാൽ ഉള്ളതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ ഒരു കമ്പാണ് വെച്ച്, നമുക്ക് ബാംബൂ സ്റ്റിക്ക് യൂസ് ചെയ്യാം, ഈർക്കിൽ യൂസ് ചെയ്യാം. ഞാൻ ആസ് യൂഷ്വൽ കാട്ടപ്പ, നിങ്ങളുടെ നാട്ടിലേക്ക് അതിനെന്താ പറയാമെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതേപോലെ കിട്ടും. ഇനി കുറച്ച് കോട്ടൺ എടുക്കുക, ഫില്ല് ചെയ്യുക. കോട്ടൺ ഇല്ലാത്തവരെന്ത് ചെയ്യുക, കുറച്ച് സോഫ്റ്റ് ക്ലോത്തോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഫില്ല് ചെയ്താൽ മതി. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം ഒരു ട്യുലിപ്സിൻ്റെ ഒരു ഏകദേശം എത്തിയിട്ടുണ്ട്. ട്യുലിപ്സ് എന്നാണ് പറയുക, ഞാൻ അധികം ട്യുലിപ്സ് എന്നാണ് പറയുന്നത് കേട്ട്. ഇനി എങ്ങനെയാണ് പറയാന്നുള്ളത് നമുക്കൊന്ന് ഗൂഗിൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിലേറ്റവും എനിക്ക് ബുദ്ധിമുട്ടായി തോന്നിയതൊന്ന് സൂചി കോർക്കാനും പിന്നെ കട്ട് ചെയ്ത് നോട്ടിടൂലേ, നോട്ടിടാനും വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയിരുന്ന സംഗതി എന്ന് പറയുന്നത്. പിന്നെ ഈ ക്രോസുള്ള 2 നോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തുന്നി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ട്യൂലിപ്സ് ഫ്ലവറിൻ്റെ ഒരു ഷേപ്പിലേക്ക് വരുന്നതാണ്. ഓക്കെ, ഇനി ഇതിങ്ങനെയൊക്കെ തന്നെയാണ് വീഡിയോസിലൊക്കെ ഞാൻ കണ്ടിട്ട് ഞാൻ അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞത് ഇതൊരു പാളിപ്പോയ പരീക്ഷണമാണെന്ന്. ഇത് നമ്മൾ അപ്പ വെച്ചിട്ട് ചെയ്തതാണ്. അപ്പൻ്റെ ഉള്ളിൽ എങ്ങനെ അപ്പ വയ്ക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തന്നില്ലേ. സാധനം കോർത്തോണ്ട് തന്നെ അപ്പ വയ്ക്കുക, ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിച്ചാൽ മതി. അങ്ങനെ ആകുമ്പോൾ നല്ലോണം സെക്യൂറായി നിന്നോളും. ഇനി കുറച്ച് കോട്ടൺ, സെയിം പ്രോസസ്സ്. കോട്ടൺ നിറയ്ക്കുന്നു വയ്ക്കുന്നു തുന്നുന്നു. ഈ സെയിം പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഫില്ലാക്കിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ആസ് യൂഷ്വൽ അത് മുകളിലൂടെ ക്ലോസ് ചെയ്തെടുക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും തുന്നിയെടുക്കാം, നേരത്തെ കണ്ട അതേപോലെ തന്നെ. പിന്നെ ഇതിൻ്റെ വീഡിയോ കാണുന്ന 99% ആൾക്കാരും
ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നാണ് എന്നോട് യൂട്യൂബ് തന്നെ അങ്ങോട്ട് പറഞ്ഞിരിക്കുന്നത്. സോ സബ്സ്ക്രൈബ് ദ ചാനൽ. യൂട്യൂബ് നമ്മളോടൊരു കാര്യം പറയല്ലേ, ആരും ചെയ്തില്ല എന്നുള്ളത്. എന്താണിത്? പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇങ്ങനെയുണ്ട്. ഇതാണ് നമ്മുടെ ഒരു പാളിപ്പോയിന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു പരീക്ഷണം. താഴത്തെ 2 എണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്നത് വാടിയ 2 ട്യുലിപ്സിന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള ട്യുലിപ്സാണ്. ഓക്കെ, ബൈ, സീ യു.